സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക, നമ്മളുടെ പെൻഷൻ തുക റദ്ദാകും. അതായത് നിലവിൽ 2000 ലഭിക്കുന്നത് മുടങ്ങും. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ സംസ്ഥാനത്തുള്ള ഗുണഭോക്താക്കളെല്ലാം, അത് സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്നവരുമെല്ലാം തന്നെ ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി പ്രത്യേക അറിയിപ്പ് വന്നിട്ടുള്ളത്. ഇനി നമ്മളുടെ മുൻപിൽ 2 മാസക്കാലം കൂടി ശേഷിക്കുന്നുണ്ട്. സെപ്റ്റംബർ മാസം 30-ാം തീയതിക്ക് മുൻപ് ഇത് പൂർത്തീകരിച്ചാൽ മതിയാകും. നിലവിൽ സർക്കാർ ഈ ബയോമെട്രിക് മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ ഒരു പരിശോധന കൂടി, അതായത് നിലവിൽ കർശന പരിശോധനകളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കൂടി നടത്തുന്നത്. അതായത് പെൻഷൻ തുക 3000 രൂപയിലേക്ക് വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ പ്രതിമാസം 1900 കോടി രൂപയ്ക്ക് മുകളിൽ അധികമായിട്ട് സർക്കാരിന് കണ്ടെത്തേണ്ടതായിട്ട് കൂടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തുക വർദ്ധിപ്പിച്ച് വിതരണം ചെയ്യുമ്പോൾ അർഹതയുള്ള വ്യക്തികൾക്ക് മാത്രം, അതായത് സാമൂഹിക സുരക്ഷാ പെൻഷനാണ്, അർഹതയുള്ള കുടുംബങ്ങൾക്ക് കൃത്യമായിട്ട് അർഹതാ മാനദണ്ഡങ്ങളെല്ലാം പരിശോധിക്കുന്നവർക്ക് ആനുകൂല്യം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ സർക്കാർ ഉദ്ദേശിക്കുന്നത്. മുൻപ് രാഷ്ട്രീയ ഇടപെടൽ മൂലവും അല്ലെങ്കിൽ മറ്റ് പ്രാദേശിക നേതാക്കളുടെ സ്വാധീനം മൂലമെല്ലാം തന്നെ ഭൗതിക പരിശോധനകൾ പോലും നടക്കാതെ നിരവധി പെൻഷൻ ഗുണഭോക്താക്കൾ പട്ടികയിൽ ഇടം നേടിയതായിട്ടാണ് സർക്കാരിൻ്റെ കണ്ടെത്തൽ. നിരവധി പരാതികളും ഈ രീതിയിൽ സർക്കാരിന് ലഭിക്കുന്നുണ്ട്. വീട്ടിൽ AC ഉള്ളവർ, അതോടൊപ്പം തന്നെ 2000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വിസ്തീർണമുള്ള വീടുകളുള്ളവർ, അതോടൊപ്പം തന്നെ വിദേശത്ത് ജോലിയുള്ള മക്കളുള്ളവർ, അപ്പോൾ വിവാഹിതരാകാത്ത മക്കൾ ഉൾപ്പെടെയുള്ളവരുടെ വരുമാനം ഇതിലേക്ക് കണക്കാക്കണമെന്ന് മുൻപ് തന്നെ ഉള്ളതാണ്. അപ്പോൾ ഈ രീതിയിലെല്ലാം കൃത്യമായിട്ട്, അതുമാത്രമല്ല വാർഷിക വരുമാനം 1 ലക്ഷം രൂപയ്ക്ക് മുകളിലും. അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടനവധി മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി ഈ ഒരു പദ്ധതിയിൽ, പെൻഷൻ പദ്ധതിയിൽ കയറിക്കൂടിയ നിരവധി ഗുണഭോക്താക്കളുണ്ട്. അത് പ്രാദേശിക നേതാക്കളുടെ സമ്മർദ്ദം മൂലമൊക്കെ ഉദ്യോഗസ്ഥർക്ക് സമ്മതിക്കേണ്ടി വന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി പരാതികൾ സർക്കാരിൻ്റെ പക്കലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേമനിധി ബോർഡ് പെൻഷനെ ഇത് കാര്യമായിട്ട് ബാധിക്കുന്നില്ല എങ്കിലും സാമൂഹിക സുരക്ഷാ പെൻഷനിൽ, അതായത് വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ ആനുകൂല്യങ്ങൾ, അതോടൊപ്പം തന്നെ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന പെൻഷൻ സ്കീം, അപ്പോൾ ഇങ്ങനെയുള്ള പെൻഷൻ സ്കീമുകളിലാണ് ഈ നിയമം കൂടുതൽ കർശനമായിട്ട് നടപ്പിലാക്കുക. കർശന പരിശോധനകൾ ഇതിന് ശേഷമാണ് ഉണ്ടാവുക. ബയോമെട്രിക് മസ്റ്ററിങ് സെപ്റ്റംബർ മാസം 30-ാം തീയതിയോടെ പൂർത്തീകരിക്കുമ്പോൾ നിലവിൽ മസ്റ്ററിങ് ചെയ്യാത്ത ഗുണഭോക്താക്കളുടെ പെൻഷൻ നിർത്തിവെക്കുന്നതിന് സർക്കാരിന് സാധിക്കും. നിലവിൽ നാട്ടിലില്ലാത്തത് മൂലമൊക്കെ മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കാത്തവർക്കും അതോടൊപ്പം തന്നെ മരണപ്പെട്ടു പോയവരെയും എല്ലാം കണ്ടെത്താൻ ഈ ഒരു ബയോമെട്രിക് മസ്റ്ററിങ്ങിലൂടെ സർക്കാരിന് സാധിക്കുന്നതാണ്. അതിനുശേഷമായിരിക്കും അടുത്ത ഘട്ട പരിശോധനകൾ നടത്തപ്പെടുക. വാർഷിക വരുമാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഭൗതിക നിലവാരം, ഗുണഭോക്താവിൻ്റെ വീട്, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ, വീട്ടിൽ വാഹനമുണ്ടോ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ പരിശോധന വിധേയമാക്കും. നിലവിൽ ഏതെങ്കിലുമൊക്കെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇളവുകൾ കൊടുക്കുന്നതല്ലാതെ, അതായത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം AC സ്ഥാപിക്കേണ്ടി വന്നവരുണ്ട്, അതോടൊപ്പം തന്നെ മക്കളുടെ സംരക്ഷണത്തിൽ കഴിയുന്ന നിർധനരായിട്ടുള്ള അല്ലെങ്കിൽ കിടപ്പ് രോഗികളായിട്ടുള്ളവരുണ്ട്, അതോടൊപ്പം തന്നെ തീവ്ര ഭിന്നശേഷി നേരിടുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇളവുകൾ കൊടുത്ത് മറ്റ് പെൻഷൻ വിഭാഗത്തിൽ ആനുകൂല്യമൊക്കെ വാങ്ങുന്ന അനർഹരായിട്ടുള്ളവരെ കണ്ടെത്തി അത് അവരെ പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണമൊക്കെയാണ് സർക്കാർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ശുദ്ധീകരണം എന്ന രീതിയിൽ നമുക്കിതിനെ എടുക്കാം. അതിനുശേഷം അർഹതയുള്ളവർക്ക് പ്രതിമാസം 3000 രൂപ വീതം പെൻഷൻ, അതാണ് സർക്കാർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അനർഹരായിട്ടുള്ളവരെ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ വലിയൊരു തുക ഇതിൽ നിന്ന് മിച്ചം പിടിക്കാനാവും. അങ്ങനെ വരുമ്പോൾ വർദ്ധിപ്പിച്ച തുക വിതരണം ചെയ്യുന്നതിൽ വലിയ തടസ്സമില്ലാതെ ആവുകയും ചെയ്യും. നിലവിൽ അടിസ്ഥാന പെൻഷൻ തുകയിൽ നിന്ന്, ഇപ്പോൾ ലഭിക്കുന്ന പെൻഷൻ തുകയിൽ നിന്ന് 1000 രൂപയുടെ ഒരു വർധനമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഈ രീതിയിലായിരിക്കും നടപ്പിലാക്കുക. അപ്പോൾ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ വാങ്ങുന്നവർ ആദ്യഘട്ടമായിട്ടുള്ള ബയോമെട്രിക് മസ്റ്ററിങ് പൂർത്തീകരിക്കുക. മസ്റ്ററിങ് പൂർത്തീകരിച്ച ശേഷം നമുക്ക് ലഭിക്കുന്ന ഓൺലൈൻ സർവീസ് സെൻ്ററിൽ നിന്ന് നൽകുന്ന സ്ലിപ്പ് സൂക്ഷിച്ചാൽ മതി. അത് പിന്നീട് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൊണ്ടുപോയി ഏൽപ്പിക്കണമെന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.